ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് ദൃശ്യങ്ങൾ. ഷൈൻ ടോം ചാക്കോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസിന് മുന്നിൽ ചോദ്യം ചെയ്യാനെത്തുകയാണ് ഷൈൻ ടോം ചാക്കോ. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ഹാജരായിരിക്കുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുന്നില്ല. തസ്ലീമയെ അറിയാമോ എന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുന്നില്ല. നിശബ്ദനായി മുകളിലേക്ക് കയറിപ്പോകുന്നു. ഇനി ശ്രീനാഥ് ഭാസിയായിരിക്കും അവിടേക്ക് എത്തുക. ഷൈൻ ടോം ചാക്കോ എക്സൈസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അല്പസമയം മുമ്പാണ് ഷൈൻ ടോം ചാക്കോ തസ്ലീമ സുൽത്താനെ പിടിച്ച കേസിൽ എത്തിയത്. നേരത്തെ കുടുംബസമേതമാണ് ഷൈൻ ടോം ചാക്കോ വിൻസിയുമായുള്ള ഒത്തുതീർപ്പിലെത്തിയതെങ്കിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒറ്റയ്ക്കാണ് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലേക്ക് എത്തിയത്. ശരത് SS ചോദിക്കുന്നുണ്ട്, തസ്ലീമ സുൽത്താനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ മറുപടി പറയാതെ മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നു. ഇതാ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പ് ഷൈൻ ടോം ചാക്കോ എക്സൈസ് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ തന്നെ ഷൈൻ ടോം ചാക്കോ അവിടെ എത്തുകയായിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലിന് വിധേയമാവാൻ എത്തണമെന്ന് ഷൈൻ ടോം ചാക്കോയോടും ഒപ്പം ശ്രീനാഥ് ഭാസിയോടും എക്സൈസ് ആവശ്യപ്പെട്ടിരുന്നു. നാളെയാണ് ബിഗ് ബോസ് താരം ജിൻഡോ ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തേണ്ടത്. എക്സൈസ് സംഘം ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലിയാണ് ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കുക. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി എക്സൈസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നു. ശരത്ത് തുടരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്ത്. ഷൈൻ രാവിലെ തന്നെ എത്തിയല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. രാവിലെ തന്നെ ഷൈൻ തരത്തിൽ എക്സൈസ് ഓഫീസ് ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇന്ന് രാവിലെ എത്താൻ വേണ്ടിയായിരുന്നു നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ ഒരു അല്പസമയം മുമ്പ്, അതായത് 7:40 കൂടി തന്നെയാണ് ഷൈൻ തരത്തിൽ എക്സൈസ് ഓഫീസിൽ എത്തിയത്. അല്പസമയത്തിനകം ഇനി ശ്രീനാഥ് ഭാസി കൂടി എത്തും എന്നുള്ളതാണ് അറിയുന്നത്. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും. നിലവിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ തസ്ലീമയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാൾ ഷൈൻ ടോം ചാക്കോയാണ്. 10 വർഷത്തോളം ഇരുവർക്കും പരിചയമുണ്ട്. പലതവണ ലഹരി ഇടപാട് നടന്നിട്ടുണ്ട് തുടങ്ങിയ മൊഴിയായിരുന്നു തസ്ലീമ നേരത്തെ നൽകിയത്. മാത്രമല്ല ഇതിനൊക്കെ തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെത്തി അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ പ്രതികരിക്കലൊന്നും തന്നെ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും പ്രതികരിക്കാതെ അദ്ദേഹം കയറി പോവുകയാണ് ഉണ്ടായത്. നിലവിൽ എന്തായാലും എക്സൈസ് ഓഫീസിനുള്ളിൽ ഇപ്പോൾ എന്തായാലും ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അല്പസമയത്തിനകം ശ്രീനാഥ് ഭാസിയും എത്തും. ഒപ്പം ഈ മോഡൽ പാലക്കാട് സ്വദേശിയായ ഒരു മോഡൽ കൂടിയുണ്ട്. ഇങ്ങനെ ഈ 3 പേരെയാണ് എന്തായാലും ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ഈ ലഹരി ഇടപാടിൽ സിനിമാ ബന്ധം തന്നെ തെളിയിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഈ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും വിളിച്ചു വരുത്തുകയും ചെയ്തത്. ലഹരി ഇടപാടിൽ സിനിമാ മേഖലയിലേക്ക് കൂടുതൽ ലഹരി എത്തിച്ചതിൽ തസ്ലീമ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഈ ലഹരി ഇടപാടിൽ എന്ത് ബന്ധമാണ്, ലഹരി ഈ കഞ്ചാവ് വലിക്കുന്നതിനപ്പുറം ഇടപാടുകാരുമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. പലർക്കും ഇവർ വഴി കഞ്ചാവ് കൈമാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഒപ്പം ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കഞ്ചാവ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ളതാണ്. അതിൽ ചില സംശയങ്ങൾ എക്സൈസിനുണ്ട്. പ്രമുഖ നടനു വേണ്ടിയാണോ ഇത്തരത്തിൽ ആലപ്പുഴയിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന അടക്കമുള്ള സംശയങ്ങൾ എന്തായാലും എക്സൈസിന് മുമ്പിലുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇവരെ കൂടി ചോദ്യം ചെയ്യുന്നതുകൂടി ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഈ 3 പേരെയും ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ലഹരി ഇടപാടിൽ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു വ്യക്തത അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരവധി സംശയങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. തസ്ലീമ പറയുന്നത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മാത്രമായിട്ടാണ് പരിചയമുള്ളത് എന്നാണ് തസ്ലീമയുടെ മൊഴി. പക്ഷേ ഇതിനപ്പുറം കുറെ ആളുകളുമായി തസ്ലീമയ്ക്ക് പരിചയമുണ്ട്. ലഹരി ഇടപാടിന്റെ വലിയ കണ്ണിയാണ് തസ്ലീമ. ആ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത ഈ ചോദ്യം ചെയ്യലോടുകൂടി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒപ്പം സൂചിപ്പിച്ചതുപോലെ ഈ പ്രമുഖ നടൻ എന്നൊരു സംശയം കൂടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ലഹരി ആലപ്പുഴയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ഈ സിനിമാ താരങ്ങളെ കൂടി ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ, പ്രത്യേക ചോദ്യാവലി അടക്കം തയ്യാറാക്കി വിശദമായ ചോദ്യം ചെയ്യൽ എന്തായാലും അല്പസമയത്തിനകം ആരംഭിക്കും. ഒപ്പം ഈ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ലഭിക്കുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. ഒപ്പം ഈ കള്ളക്കടത്ത് അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടാൽ, അതായത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനപ്പുറം ഈ പ്രതിയുമായി ഇവർ ചേർന്ന് പ്രവർത്തിച്ച് നടക്കമുള്ള കാര്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ ഈ കേസിൽ ഇവരെ പ്രതി ചേർക്കാനായിരിക്കും അന്വേഷണ സംഘം നീങ്ങുക. എന്തായാലും എല്ലാ തയ്യാറെടുപ്പോടും കൂടി തന്നെയാണ് അന്വേഷണ സംഘം ഇവിടെ നിൽക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 20 ദിവസത്തിന് ശേഷമായിരുന്നു അവരെ കസ്റ്റഡിയിലെടുത്തത്. അതായത് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അതിനും ശേഷം, അതായത് കസ്റ്റഡിയിലെടുത്ത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവരെ ഇപ്പോൾ എന്തായാലും ഈ 3 പേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ എക്സൈസിന്റെ പക്കലുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം, വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം ഇതിനകം തന്നെ ശേഖരിക്കുകയും ചെയ്തു. ബാങ്ക് വിവരങ്ങളടക്കമുള്ള ഡീറ്റെയിൽസും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം ശ്രീനാഥ് ബാസി കൂടി ഇവിടേക്ക് എത്തുമെന്ന് അറിയുന്നു. ഒപ്പം ഈ മോഡൽ വഴിയാണ് ഈ ലഹരി ഇടപാട് പ്രധാനമായും നടന്നതോ എന്നും എക്സൈസ് സംശയിക്കുന്നുണ്ട്. ഈ മോഡലായിരുന്നു ഇതിൽ സാമ്പത്തിക ഇടനിലക്കാരിയായി നിന്നത് എന്നുള്ളതാണ് എക്സൈസിന്റെ സംശയം. പലപ്പോഴും തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് ഈ മോഡലിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടനിലക്കാരിയായി മോഡൽ നിന്നു. ഒപ്പം അത് ലഹരി ഇടപാടിന്റെ പ്രധാന കണ്ണിയായി ഈ മോഡലും നിന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ 3 പേരെയും ഒരുമിച്ച് ഈ ദിവസം തന്നെ വിളിപ്പിച്ചിട്ടുള്ളത്. ആദ്യം വെവ്വേറെ ഇരുത്തിയായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാകുക. ഒപ്പം ഈ മോഡലിനെ കൂടി ഇരുത്തി ഈ ഇരുവർക്കൊപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായ തസ്ലീമ സുൽത്താനയുമായി ചില വാട്സ്ആപ്പ് ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്. ആ ചാറ്റുകൾ കൂടി ഇപ്പോൾ എക്സൈസ് പോലീസിന്റെ സഹായത്തോടു കൂടി റിട്രീവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ വാട്സപ്പ് ചാറ്റുകൾ സഹിതം ഇടനിലക്കാരിയായ പാലക്കാടിൽ ഉള്ള യുവ മോഡലിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തിരിക്കുന്ന പണമിടപാടിന്റെ വിശദാംശങ്ങൾ സഹിതമായിരിക്കും ചോദിച്ചറിയുക. അതിൽ സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോ നേരത്തെ FFKയോട് താൻ ഈ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുമോ? തെളിവുകൾ ശക്തമാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടാകുമോ? ശരത്, തീർച്ചയായും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തെളിവുകൾ ശക്തമാണ്. അതായത് വാട്സപ്പ് ചാറ്റടക്കം ലഹരി ആവശ്യപ്പെട്ടതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ തെളിയിക്കത്തക്ക തെളിവ്, ചാറ്റടക്കമുള്ള വിവരങ്ങൾ, അത്തരം തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. മാത്രമല്ല സാമ്പത്തിക ഇടപാടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ താരങ്ങളുടെ അക്കൗണ്ട് വഴി ഈ മോഡലിന്റെ അക്കൗണ്ടിലേക്ക് പലതവണ പണം പോയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയത് തസ്ലീമയുടെ അക്കൗണ്ടിലേക്കാണ്. അതായത് ഇത് ലഹരി ഇടപാടിന്റെ സാമ്പത്തിക ഇടനിലക്കാരിയായി നിന്നത് ഈ മോഡലാണ് എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഡിജിറ്റൽ തെളിവും ബാങ്ക് വിവരങ്ങളും അടക്കമുള്ള തെളിവുകളും ഒപ്പം പ്രതികളുടെ നിർണായക മൊഴിയുണ്ട്. ഈ തസ്ലീമ സുൽത്താന തന്നെ പലതവണ, അതായത് കസ്റ്റഡിയിൽ ആദ്യം പിടിക്കപ്പെട്ട സമയത്ത് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ബന്ധമുണ്ട് എന്ന കാര്യം, ഇവർക്ക് പലതവണ ലഹരി കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ കസ്റ്റഡിയിലെടുത്ത സമയത്തും ഈ ബാങ്ക് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലും ഇവർക്ക് ലഹരി കൈമാറിയിട്ടുണ്ട്. പലതവണ ഇവർക്കൊപ്പം ഇരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ലഹരി ബന്ധം എന്തായാലും തസ്ലീമയുടെ മൊഴിയോടുകൂടി തന്നെ വ്യക്തമായതാണ് അന്വേഷണ സംഘത്തിന്. അതിലൊരു വ്യക്തത വരുത്തുക എന്ന് മാത്രമേ ഈ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ അന്വേഷണ സംഘം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇവരെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തസ്ലീമ നൽകിയ മൊഴി അത് ശരിയാണ് എന്ന തെളിയിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ അതിലൊരു വ്യക്തത വരുമെന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ് ഈ കേസിലും. അതായത് സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കാൻ ഈ 3 പേരെയും ചോദ്യം ചെയ്യുന്നതോടുകൂടി ഒരു വഴിത്തിരിവുണ്ടാകും. അല്ലെങ്കിൽ